ഇപ്പൊ പേരിട്ടിക്കണത് എൻ്റെ പേര് ഇട്ടിക്കണത് എന്നൊക്കെ അറിയോ? അനാൻ ഷാ. ഇപ്പച്ചിന്റെ പേരാ ബാക്കില്. അല്ല ഷാ എന്നുള്ളത് ഉറുദുവിൽ പറയുന്ന പേര്. ഷാ എന്ന് പറഞ്ഞാൽ എന്താണ്? അമീർ എന്നുള്ള അർത്ഥമാണ്, നേതാവ് എന്നല്ലേ. ബഹദൂർ ഷാ, അമീർ ഷാ കേട്ടില്ലേ? പക്ഷെ നിനക്ക് പേരിട്ടിക്കണത് സിദ്ദീഖ് ഹസൻ എ അടുക്കത്ത്. അതിന്റെ ഷാ ആണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിന് 2 മീനിങ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് 3 ഇട്ടിരിക്കുന്ന പേര് ഖുർആനായിട്ട് റിലേറ്റഡ് ആണ്. ശരിയല്ലേ? സൂറത്തു മറിയമിലുണ്ട് വഹനാനം മിൻ ലദുന്ന വസകാതം വകാന തഖിയ. സക്കരിയ നബിന്റെ ഒക്കെ കഥ പറഞ്ഞിടത്ത് പറയുന്നുണ്ട് വാത്സല്യ നിധി എന്നാണ്. അത് അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഈ മരിച്ചു ബാക്കിയതാണല്ലോ. മരിച്ചു നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഹനാനം. പിന്നെ ഇഹ്സാൻ, ഈച്ചു എന്ന് പറയണമെങ്കിലും അവൻ്റെ പേരെന്താണ്? ഇഹ്സാനാണ്. ഉച്ചരിക്കാൻ നേരത്തെ പറഞ്ഞ തലഫുദ് ചെയ്യാൻ, പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ചൊരു അടങ്ങുണ്ടാവും. ഇഹ്സാൻ. അപ്പോൾ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം എന്നാണ്, സുഹൃതം, നന്മ ചെയ്യണം എന്നാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് ഒക്കെ അറബിക്ക് അറിയുന്ന ആൾക്കാർ ചോദിക്കണേ, ചെങ്ങയ്യൻ്റെ പാപ്പാനും മാനും മൈൻഡ് ചെയ്യണില്ലല്ലോ. അല്ലാണ്ട് ചോദിക്കണം, അങ്ങനെയെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത്. മനസ്സിലേ? അഫീഫിന് സൂറത്ത് നിസായിലുണ്ട് പതിവ്രതകളായിട്ടുള്ള അഫീഫ് എന്നാണ്. പിന്നെ എന്താ കളങ്കം ഇല്ലാത്ത എന്നൊക്കെയാണ് അത് ആ വാക്കിൻ്റെ അർത്ഥം. മനസ്സിലല്ലേ? നിഷ്കളങ്കന് മനസ്സിൽ എന്താണ് ഈ ഒന്നും